നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റേഷനറി ആർമേച്ചർ ഓവർ റൊട്ടേറ്റിംഗ് ആർമേച്ചർ. അതായത് നമുക്ക് നമ്മുടെ ആൾട്ടർനേറ്ററിന്റെ വർക്കിംഗ് നമ്മൾ നോക്കിയാണ്. അതായത് രണ്ട് രീതിയിലാണ് നമ്മുടെ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിനെ റൊട്ടേഷൻ ചെയ്യാം, രണ്ടാമത്തെ നമുക്ക് ആർമേച്ചറിനെ റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ ഫീൽഡിനെ റൊട്ടേഷൻ ചെയ്താലോ ആർമേച്ചറിനെ റൊട്ടേഷൻ ചെയ്താലോ നമുക്ക് എന്തുണ്ടാവും? EMF പ്രൊഡ്യൂസ് ചെയ്യും അക്കോർഡിംഗ് ടു ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫ്ലക്സിന് കണ്ടക്ടർ കട്ട് ചെയ്താലോ കണ്ടക്ടറിന് ഫ്ലക്സ് ക്രോസ് ചെയ്യുമ്പോഴോ നമുക്ക് എന്തുണ്ടാവും? EMF ഉണ്ടാവും. അപ്പൊ നമ്മൾ ആൾട്ടർനേറ്റർ ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡാണ് റൊട്ടേഷൻ ചെയ്യുന്നത്, ആർമേച്ചർ എന്ത് ചെയ്യും? സ്റ്റേഷനറി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആർമേച്ചർ സ്റ്റേഷനറി ആയാൽ വെച്ചാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഈസി ടു ഇൻസുലേറ്റ്. നിങ്ങൾക്കറിയാം ആർമേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറേഷൻ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നതാണ്. ജനറേഷൻ ചെയ്യുന്ന വോൾട്ടേജ് എന്നത് 11 kV അല്ലെങ്കിൽ അതിന് മുകളിൽ KV റേറ്റിംഗ് ആണ്. അപ്പൊ ലാർജ് വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്ന നമുക്കറിയാം വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻസുലേഷൻ നന്നായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ലാർജ് വോൾട്ടേജ് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ആർമേച്ചറിൽ ഇൻസുലേഷൻ നമുക്ക് വളരെ നന്നായിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അപ്പൊ റൊട്ടേഷൻ സൈഡിലാണോ ഇൻസുലേഷൻ കൊടുക്കാൻ എളുപ്പം, അതോ സ്റ്റേഷനറി ആയി നിൽക്കുന്ന സ്ഥലത്താണോ ഇൻസുലേഷൻ കൊടുക്കാൻ എളുപ്പം? അത് നമുക്കറിയാം സ്റ്റേഷനറി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇൻസുലേഷൻ ചെയ്യാൻ എന്താണ്? എളുപ്പമാണ്. അപ്പൊ ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം, ഔട്ട്പുട്ട് ക്യാൻ ഈസിലി കളക്റ്റഡ്. നമുക്കറിയാം ആർമേച്ചറിൽ നിന്ന് വരുന്നത് 3 ഫേസ് ആണ്. RYB സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ പ്ലസ് നമുക്ക് എന്ത് വരും? ന്യൂട്രൽ കൂടി. അപ്പൊ 4 ടെർമിനൽസ് നമുക്ക് എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ഇനി ഞാൻ ആർമേച്ചർ ആണ് റൊട്ടേഷൻ ചെയ്യുന്നതെന്ന് വിചാരിക്കും. റൊട്ടേഷൻ സൈഡിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? 4 സ്ലിപ്പ് റിംഗ് വേണം അല്ലെ, അതുപോലെ 4 ബ്രഷസ് വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആർമേച്ചർ റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബ്രഷും ഇത്രയും സ്ലിപ്പ് റിംഗും ഉപയോഗിച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കുന്നേക്കാളും എളുപ്പം എന്താണ്? ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെ റൊട്ടേഷൻ ഉണ്ടാവും, അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും, അവിടെ സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ത് ചെയ്യുക? ആർമേച്ചറിനെ റൊട്ടേഷൻ ചെയ്താൽ. അപ്പൊ ഇത്രയും കൺസ്ട്രക്ഷൻ ഡിഫിക്കൽട്ടി എന്തില്ല നമുക്ക് ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെച്ചാൽ ഇല്ല. അതുകൊണ്ട് ആർമേച്ചറിനെ സ്റ്റേഷനറി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, ഓൺലി 2 സ്ലിപ്പ് റിംഗ് നീഡ്. നമുക്കറിയാം ഫീൽഡാണ് റൊട്ടേഷൻ ചെയ്യുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ 2 സ്ലിപ്പ് റിംഗും അതുപോലെ 2 ബ്രഷിന്റെ ആവശ്യമുള്ളൂ. പകരം ആർമേച്ചർ ആണ് റൊട്ടേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? RYB പ്ലസ് ന്യൂട്രൽ. അപ്പൊ 4 സ്ലിപ്പ് റിംഗും അതുപോലെ 4 ബ്രഷസ് എന്ത് ചെയ്യും? ആവശ്യമാവും. അപ്പൊ അതിനേക്കാളും എളുപ്പം എന്താ? ഫീൽഡിനെ റൊട്ടേഷൻ ചെയ്യുക. ഇനി അടുത്ത പോയിന്റ് നോക്കുക, ഫീൽഡ് സിസ്റ്റം ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കറിയാം ആകെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഒരു ഫീൽഡ് വൈൻഡിങ് ആയിരിക്കും ഉപയോഗിക്കുക. പകരം ആർമേച്ചർ ആണെങ്കിൽ നമുക്ക് R ഫേസ്, Y ഫേസ്, B ഫേസ്. അപ്പൊ 3ന്റെയും കൂടി വൈൻഡിങ്സ് വരുമ്പോൾ വെയിറ്റ് വളരെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഡിപ്പെൻസ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫീൽഡ് സിസ്റ്റം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ അത് റൊട്ടേഷൻ ചെയ്യുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. മെക്കാനിക്കൽ ഫോഴ്സ് എന്ത് ചെയ്താൽ മതി? അതിനനുസരിച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് നമ്മളുടെ ഫീൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആർമേച്ചറിനെ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നതായിരിക്കും എന്ത് ചെയ്യാം? വളരെ നല്ലത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം, സ്റ്റേഷനറി വൈൻഡിങ് ക്യാൻ ഈസിലി കൂൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനറി ആയി നിൽക്കുന്ന സ്ഥലത്തെ കൂളിംഗ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആർമേച്ചറിൽ ലോഡിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹീറ്റാവും, ഹൈ ഹീറ്റാവും, ചൂടാവാൻ ചാൻസ് ഉണ്ട്. അത് റൊട്ടേഷൻ ആണെങ്കിൽ റൊട്ടേഷൻ ചെയ്യുന്നതിന് കൂൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പകരം ഇത് സ്റ്റേഷനറി ആയിട്ടാണ് അതിന് കൂൾ ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കൂൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെച്ചാലുള്ള അഡ്വാൻറ്റേജസ്. ഒന്നുകൂടി പറയാം, ഈസി ടു ഇൻസുലേഷൻ കൊടുക്കാൻ എളുപ്പമാണ്. അടുത്ത് ഔട്ട്പുട്ട് ക്യാൻ ഈസിലി കളക്ട്. നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേഷനറി ആയി വെച്ച് കഴിഞ്ഞാൽ RYB ഒക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അടുത്ത 2 സ്ലിപ്പ് റിംഗ് നീഡ്. അത് റോട്ടറിൽ എന്ത് ചെയ്താൽ മതി? ആകെ 2 സ്ലിപ്പ് മതി, കാരണം ഫീൽഡ് സിസ്റ്റം ആണ്, പോസിറ്റീവ് നെഗറ്റീവ് മാത്രം. ഇനി അടുത്ത് ഫീൽഡ് സിസ്റ്റം ഇസ് ലൈറ്റ് വെയിറ്റ്. അപ്പൊ ഫീൽഡ് സിസ്റ്റം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റോട്ടറായിട്ട് എടുക്കാം. ആർമേച്ചറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? റോട്ടറാക്കാൻ പറ്റില്ല, വെയിറ്റ് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കും. ഇനി അടുത്ത പോയിന്റ്, സ്റ്റേഷനറി വൈൻഡിങ് ക്യാൻ ഈസിലി കൂൾഡ്. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആർമേച്ചറിനെ
കൂൾ ചെയ്യാൻ പറ്റും. സ്റ്റേഷനറി ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ആർമേച്ചറിന് കൂൾ ചെയ്യാൻ എളുപ്പമാണ്. റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അത് കൂളിംഗ് മെത്തേഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ എന്താണ്? ഈ ആർമേച്ചർ റിയാക്ഷൻ ആ വേർഡിൽ തന്നെ ഉണ്ട്. ആർമേച്ചറിൽ ഉണ്ടാവുന്ന എന്തോ ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ പറയും. അപ്പോൾ സിംപ്ലി നമുക്കറിയാം, ഇതൊരു ആൾട്ടർനേറ്ററിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ, ഇതാണ് റോട്ടർ. റോട്ടർ നമ്മൾ ഫീൽഡ് ആയിരിക്കും. സ്റ്റേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത് ആർമേച്ചർ വൈൻഡിങ് ആണ്. ഈ ആർമേച്ചർ വൈൻഡിങ്ങിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുക? ലോഡ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സിംപ്ലി ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ആർമേച്ചർ വൈൻഡിങ്ങിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, അല്ലേ? അപ്പോൾ ആ കറണ്ട് കാരണം ഇവിടെ എന്തുണ്ടാവും? ഒരു ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ആർമേച്ചറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആർമേച്ചറിൽ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഫ്ലക്സിലെ ഈ ഫ്ലക്സിനെ ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യും. അതായത് ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് മെയിൻ ഫ്ലക്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പൊ ഈ ആർമേച്ചർ റിയാക്ഷൻ കാരണം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 പ്രോസസ്സ് വരും. ഒന്ന് മെയിൻ ഫ്ലക്സിനെ ഡിസ്റ്റർബ് ചെയ്യും, എന്ന് വെച്ചാൽ ഫീൽഡ് ഫ്ലക്സിനെ നമ്മുടെ ആർമേച്ചർ ഫ്ലക്സ് ഡിസ്റ്റർബ് ചെയ്യും. ഇല്ലെങ്കിൽ മെയിൻ ഫ്ലക്സിനെ ആർമേച്ചർ ഫ്ലക്സ് ഒപ്പോസ് ചെയ്യും, ഇല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ലോഡാണ്. അപ്പൊ ഏത് തരം നമ്മൾ ലോഡാണ് കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ആർമേച്ചർ റിയാക്ഷൻ ആയിരിക്കും നമ്മളുടെ ആൾട്ടർനേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന്, ഏതൊക്കെ ലോഡ് കണക്ട് ചെയ്യുക? ഒന്ന് യൂണിറ്റി. യൂണിറ്റി പവർ ഫാക്ടറിലുള്ള ലോഡ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗിങ്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിങ്. അപ്പൊ 3 രീതിയിലുള്ള ലോഡാണ് നമ്മൾ ആൾട്ടർനേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ടൈപ്പിലും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ആർമേച്ചർ റിയാക്ഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ഫേസർ ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ യൂണിറ്റി പവർ ഫാക്ടർ. അപ്പൊ നമ്മൾ യൂണിറ്റി പവർ ഫാക്ടറിൽ ഒരു ലോഡ് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൊടുക്കുന്ന ലോഡ് എന്തെങ്കിലും ഒരു റെസിസ്റ്റീവ് ലോഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്ററിൽ ഉണ്ടാകുന്ന ഫേസർ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് ഫീൽഡിലേക്ക് നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുക, അല്ലേ? ഇതാണ് നമ്മൾ ഫീൽഡ്. അപ്പോൾ നമ്മളുടെ റോട്ടർ ഫീൽഡിലേക്ക് നമ്മളൊരു വോൾട്ടേജ് അല്ലെങ്കിൽ സപ്ലൈ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സിന് ഫൈ, അതായത് മെയിൻ ഫ്ലക്സ്, അല്ലേ? അപ്പോൾ ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്ത ഒരു ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സിനെ നമ്മൾ എന്ത് പറയും? ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയും. ഇനി ഈ ഫീൽഡ് ഫ്ലക്സ് കാരണം നമുക്ക് എന്ത് പറ്റും? ഒരു വോൾട്ടേജ് ഉണ്ടാവും, അതാണ് ഇ. അപ്പോൾ മെയിൻ ഫ്ലക്സിനെ ആർമേച്ചർ കണ്ടക്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ഇ. അപ്പൊ ഇനി ശ്രദ്ധിക്കാം, ഫീൽഡ് ഫ്ലക്സ് നമ്മളുടെ വോൾട്ടേജിനെ 90 ഡിഗ്രി എന്ത് ചെയ്യും? ലാഗ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഫ്ലക്സ് വോൾട്ടേജിനെ 90 ഡിഗ്രി ലാഗ് ചെയ്തു. ഇതാണ് നോർമലി നടക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോഡ് എന്ത് ചെയ്ത് കണക്ട് ചെയ്തു, അതായത് റെസിസ്റ്റീവ് ലോഡ് നമ്മുടെ ആർമേച്ചറിലേക്ക് കണക്ട് ചെയ്തു, അല്ലെ? അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടിന് നമ്മൾ എന്ത് പറയും? ഐ. അപ്പൊ ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്തു? ഫ്ലോ ചെയ്തു. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്ത് ലോഡാണ്? യൂണിറ്റി ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. യൂണിറ്റി പവർ ഫാക്ടറിൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജും കറണ്ട് എന്തായിരിക്കും? ഇൻ ഫേസ് ആണ്. ഇത് വോൾട്ടേജ് ആണെങ്കിൽ ഇത് കറണ്ട് എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും, ഒരേ ലൈനിലായിരിക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ഇവിടെ ആയിട്ടായിരിക്കും എന്ത് ഫ്ലോ ചെയ്യാം? ഐ എ. അപ്പൊ ഐ എ എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്തു? ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ ആർമേച്ചറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അത് വൈൻഡിങ് ആണ്. അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്ലക്സ്. ആ ഫ്ലക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ എ ആർ. അപ്പൊ ഫൈ എ ആർ എന്ന് പറയുന്ന ഫ്ലക്സ് ആർമേച്ചർ കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇതെല്ലാം എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും, അല്ലെ? ഇനി നമുക്കറിയാം, ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് മെയിൻ ഫ്ലക്സുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ ആണ് ആർമേച്ചർ റിയാക്ഷൻ. അപ്പൊ നോക്കിയേ, ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഈ ഫ്ലക്സും കൂടി എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അല്ലെങ്കിൽ അത് രണ്ടും കൂടി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ,
ഈ ആർമേച്ചർ ഫ്ലക്സിന്റെയും വെക്ടർ സം ആയിരിക്കും റിസൾട്ടന്റ് ഫ്ലക്സ്. അപ്പൊ രണ്ട് ഫ്ലക്സും കൂടി റിയാക്ട് ചെയ്ത് നമുക്ക് ഫൈനൽ ആയിട്ട് എന്ത് കിട്ടും? ഒരു ഫ്ലക്സ് കിട്ടും. ആ ഫ്ലക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൈ ആർ എന്ന് വെച്ചാൽ റിസൾട്ടന്റ് ഫ്ലക്സ്. അപ്പൊ നോക്കിയേ, ഈ ഫൈ എ ആറും ഫീൽഡ് ഫ്ലക്സും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെയും വെക്ടർ സം ആയിരിക്കും റിസൾട്ടന്റ് ഫ്ലക്സ്. അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് പറ്റി? ഒരു ആംഗിളിൽ ഫൈ ആർ എന്ത് ചെയ്തു? ഫോം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ഫ്ലക്സ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു സം ആംഗിൾ. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? ഫൈ ആർ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഫൈ എഫിനെക്കാളും കുറവായിട്ട് എന്ത് ചെയ്തു? ആംഗിൾ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. അതാണ് ഫൈ ആർ. ഇനി ശ്രദ്ധിക്കുക, അതായത് ഇപ്പൊ റിസൾട്ടന്റ് ഫ്ലക്സ് ഇതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലക്സിൽ കിട്ടിയ വോൾട്ടേജ് ഇതാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഫ്ലക്സ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. അപ്പൊ എത്ര ആംഗിളിലാണോ റെഡ്യൂസ് ചെയ്തത് അവിടെ നിന്ന് 90 ഡിഗ്രി ആയിരിക്കും നമ്മളുടെ എന്ത് ചെയ്യുക? റിസൾട്ടന്റ് വോൾട്ടേജ്. അതായത് ഇതിന് 90 ഡിഗ്രിയാണ് ഇ, ഫൈ എഫിന്റെ 90 ഡിഗ്രിയാണ് ഇ. അതേപോലെ തന്നെ നമുക്ക് ഫൈ എ ആർ ഉണ്ടായിരുന്ന സമയത്ത് ഇത് രണ്ടിന്റെയും വെക്ടർ സം ആയതുകൊണ്ട് നമ്മുടെ ആംഗിൾ ഇങ്ങോട്ട് മാറി. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് റിസൾട്ടന്റ് ഫ്ലക്സ് ഫൈ ആർ കിട്ടി. ഇനി ഈ ഫ്ലക്സിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ റിസൾട്ടന്റ് വോൾട്ടേജ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യുക? ഒരു 90 ഡിഗ്രി ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡ്രോ ചെയ്യുക. ഇവിടെ നിന്ന് 90 ഡിഗ്രി ആംഗിളിൽ ഡ്രോ ചെയ്യുക. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് പറയും? ഇ ആർ. അപ്പൊ ഇതാണ് നമ്മളുടെ യൂണിറ്റി പവർ ഫാക്ടറിന്റെ വെക്ടർ ഡയഗ്രാം. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ ഫീൽഡിലേക്ക് നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. അതാണ് ഫൈ എഫ്. ആ ഫൈ എഫിന് ആർമേച്ചർ കണ്ടക്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വോൾട്ടേജ് ആണ് ഇ. ഇതാണ് നോർമലി. ഇനി നമ്മൾ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് എന്താണ്? റെസിസ്റ്റീവ് ലോഡാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പവർ ഫാക്ടർ എന്തായിരിക്കും? യൂണിറ്റി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ ലോഡ് കണക്ട് ചെയ്തു, അതിലൂടെ കറണ്ട് ഒഴുകി. ഈ കറണ്ട് എന്ന് പറഞ്ഞ ഫേസും നമ്മുടെ വോൾട്ടേജിന് കറണ്ട് എന്തായിരിക്കും? ഇൻ ഫേസ് ആണ്. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചത്. ഇനി ഈ കറണ്ട് കാരണം നമുക്ക് എന്തുണ്ടായി? ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ആയി. അതാണ് ഫൈ എ ആർ. അപ്പൊ ഈ ഉണ്ടാവുന്ന ഫ്ലക്സ് മെയിൻ ഫ്ലക്സിനെ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെയും ഫൈ എഫിന്റെയും ഫൈ എ ആറിന്റെയും വെക്ടർ സം ആയിരിക്കും ഫൈ ആർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു റിസൾട്ടന്റ് ഫ്ലക്സ് കിട്ടി. ഈ റിസൾട്ടന്റ് ഫ്ലക്സ് കാരണം ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ഇ ആർ. ഇതാണ് റിസൾട്ടന്റ് വോൾട്ടേജ്. ഇതാണ് യൂണിറ്റി പവർ ഫാക്ടറിന്റെ വെക്ടർ ഡയഗ്രാം. ഇനി അടുത്തത് നമുക്ക് ലാഗിംഗ് പവർ ഫാക്ടറിലേക്ക് പോകാം. ഓക്കെ, അടുത്ത നമുക്കിനി ലാഗിങ്ങിലേക്ക് പോവാം. സെയിം വേ അതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. അതായത് ഒരു ഫീൽഡ് ഫ്ലക്സ്, അതായത് ഫൈ എഫ് ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്താൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ്. ഈ ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ് ഇ. ഇത് രണ്ടും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളിൽ എന്തായിരിക്കും? വ്യത്യാസം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മൾ കൊടുക്കുന്ന ലോഡ് ഇൻഡക്റ്റീവ് ലോഡാണ്. അപ്പൊ ഇൻഡക്റ്റീവ് ലോഡ് ആയത് കാരണം എന്താ സംഭവിക്കുക? നമുക്കറിയാം കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ വോൾട്ടേജ്. ഈ വോൾട്ടേജിനെ നമ്മുടെ കറണ്ട് എന്ത് ചെയ്യണം? ലാഗ് ചെയ്യണം. ഇതാണ് ഐ എ. അപ്പൊ ഇത് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ് ഫൈ എ ആർ. ക്ലിയർ ആയോ? അപ്പൊ വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്തു? ലാഗ് ചെയ്തു. ബിക്കോസ് നമ്മൾ കണക്ട് ചെയ്ത ലോഡ് എന്താണ്? ഇൻഡക്റ്റീവ് ആണ്. അതുകൊണ്ട് ലാഗിങ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? വോൾട്ടേജിന് കറണ്ട് ലാഗ് ചെയ്തു. ഇനി എന്താ സംഭവിക്കുക? ഇതിലുണ്ടാകുന്ന ഫ്ലക്സ് എന്ത് ചെയ്യും? നമ്മുടെ മെയിൻ ഫ്ലക്സ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെയും വെക്ടർ സം എടുക്കാം. ഇതാണ് ഫൈ ആർ. അപ്പൊ നോക്കിയേ എന്താ സംഭവിച്ചത്? ഇവിടെ ഉണ്ടാവുന്ന ഫൈ എ ആറും ഫൈ എഫും തമ്മിന്റെ വെക്ടർ സം നമ്മൾ എടുത്തു. അതാണ് റിസൾട്ടന്റ് ഫ്ലക്സ്. അപ്പോൾ മെയിൻ ഫ്ലക്സിനെ ആർമേച്ചർ ഫ്ലക്സ് ഒപ്പോസ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? റിസൾട്ടന്റ് ഫ്ലക്സ് കിട്ടി. ഇനി ഈ റിസൾട്ടന്റ് ഫ്ലക്സിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുക? റിസൾട്ടന്റ് വോൾട്ടേജ്. അപ്പൊ ഇതിന് 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. ഇതായിരിക്കും ഇത് എന്തായിരിക്കും? 90 ഡിഗ്രി. അപ്പൊ നോക്കിയേ, റിസൾട്ടന്റ് ഫ്ലക്സിനാൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് റിസൾട്ടന്റ് വോൾട്ടേജ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാഗിങ്ങിന്റെ വെക്ടർ ഡയഗ്രാം. ഒന്നുകൂടി പറയാം. അതായത് ഫീൽഡ് ഫ്ലക്സ്
ഇ. ഇത് രണ്ടും 90 ഫ്ലക്സ് വോൾട്ടേജ് ഫ്ലക്സിന് 90 ഡിഗ്രി എന്തായിരിക്കും ലാഗ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് ഇൻഡക്റ്റീവ് ലോഡാണ്. ഇൻഡക്റ്റീവ് ലോഡ് ആയത് കാരണം അതിന്റെ പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്തു, ലാഗ് ചെയ്തു. അവിടെ ഉണ്ടാകുന്ന ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്തു, ഫ്ലോ ചെയ്തു. ആർമേച്ചർ കറണ്ടിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ആണ് ആർമേച്ചർ ഫ്ലക്സ്. ഈ ആർമേച്ചർ ഫ്ലക്സ് മെയിൻ ഫ്ലക്സുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, റിസൾട്ടന്റ് ഫ്ലക്സ് കിട്ടി. ഈ റിസൾട്ടന്റ് ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് റിസൾട്ടന്റ് വോൾട്ടേജ്. ഇതാണ് ലാഗിങ് പവർ ഫാക്ടറിൽ ഉണ്ടാവുന്ന ഫേസർ ഡയഗ്രം. അടുത്ത നമുക്ക് ലീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ലീഡിങ്ങിലേക്ക് പോവാം. ലീഡിങ്ങിൽ എങ്ങനെയാന്ന് നോക്കാം. സെയിം φf E. ഓക്കെ, ഇതാണ് നോർമലി. ഇനി നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ലോഡ് ആയിരിക്കും. കപ്പാസിറ്റി ആകുമ്പോൾ പവർ ഫാക്ടർ എന്ത് ചെയ്യും, ലീഡിങ് ആവും. അപ്പൊ ലീഡിങ്ങിൽ എന്താ സംഭവിക്കുക, വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും, വോൾട്ടേജിന് കറണ്ട് ലീഡ് ചെയ്യുമ്പോൾ ഇതായിരിക്കും IA അല്ലേ, ഇത് φAR. അപ്പൊ വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്തു, ലീഡ് ചെയ്തു. അപ്പൊ ഇതിന്റെയും ഇതിന്റെയും വെക്ടേഴ്സ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് സംഭവിച്ചേ, വോൾട്ടേജിനെ കറണ്ട് ലീഡ് ചെയ്തു. ഇത് ആർമേച്ചർ കറണ്ട് ആണ്. ആർമേച്ചർ കറണ്ട് ആയിരുന്നു ഒരു ഫ്ലക്സ് ഉണ്ടായി, അതാണ് φAR. φARന്റെയും φFന്റെയും വെക്ടർ സം ആയിരിക്കും φAR. φR എന്ന് വെച്ചാൽ റിസൾട്ടന്റ് ഫ്ലക്സ്. ഈ റിസൾട്ടന്റ് ഫ്ലക്സ് കാരണം ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ER. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ലീഡിങ്ങിന്റെ വെക്ടർ ഡയഗ്രാം. ഒന്നുകൂടി നോക്കുക. ഫീൽഡ് ഫ്ലക്സ്, ഫീൽഡിലേക്ക് സപ്ലൈ കൊടുത്ത ഫീൽഡ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്, വോൾട്ടേജ് ഉണ്ടായി. ഈ ഫ്ലക്സിനെ കട്ട് ചെയ്താൽ ആർമേച്ചറിൽ വോൾട്ടേജ് ഉണ്ടായി. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്നത് ലീഡിംഗ് ആണ്. ലീഡിംഗ് പവർ ഫാക്ടറിലുള്ള ലോഡാണ്. അതുകൊണ്ട് വോൾട്ടേജിനെ IA എന്ത് ചെയ്തു, ലീഡ് ചെയ്തു. ഇത്രയും ആംഗിൾ എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അപ്പോൾ അതിലുണ്ടാകുന്ന ആ കറണ്ട് IA, അത് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് φAR. ഈ φARും φFന്റെയും വെക്ടർ സം ആയിരിക്കും φR. അപ്പൊ അത് കാരണം നമുക്ക് റിസൾട്ടന്റ് ഫ്ലക്സ് കിട്ടി. ഈ ഫ്ലക്സിനാൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ER. അപ്പോൾ ഇതാണ് നമ്മളുടെ ലീഡിംഗ് പവർ ഫാക്ടറിൽ ഉണ്ടാവുന്ന വെക്ടർ ഡയഗ്രാം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾട്ടർനേറ്ററിന്റെ ഫേസർ ഡയഗ്രാം ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആർമേച്ചർ റിയാക്ഷൻ കാരണം മൂന്ന് ടൈപ്പിലുള്ള ആർമേച്ചർ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന മൂന്ന് ടൈപ്പിലുള്ള എഫക്ട്സ് നമ്മൾ പഠിച്ചാണ്. മാഗ്നറ്റൈസേഷൻ, ഡീമാഗ്നറ്റൈസേഷൻ ആൻഡ് ക്രോസ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഫേസർ ഡയഗ്രാം വരച്ചു. ഇത് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫേസർ ഡയഗ്രാം ആണ്. അതായത് ഒരു ആൾട്ടർനേറ്ററിൽ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫേസർ ഡയഗ്രാം ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലും അതേപോലെ തന്നെ മൂന്ന് ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് യൂണിറ്റി പവർ ഫാക്ടർ, അടുത്തത് ലാഗിങ്, അടുത്തത് ലീഡിങ്. അപ്പൊ ഈ മൂന്ന് പവർ ഫാക്ടറിൽ വരുന്ന ഫേസർ ഡയഗ്രാം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈക്വലന്റ് സർക്യൂട്ട്, അതായത് ആൾട്ടർനേറ്ററിലെ ഈക്വലന്റ് സർക്യൂട്ടിനെ കുറിച്ച് ഒരു നല്ലൊരു ഐഡിയ കിട്ടണം. അതിൽ നിന്നാണ് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ആൾട്ടർനേറ്ററിലെ മെയിൻ പാർട്സ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചുതരാം. അതായത് എന്തൊക്കെയുണ്ട്, ഒരു ആർമേച്ചർ ഉണ്ടാവും, ഒരു ഫീൽഡ് ഉണ്ടാവും. ഈ ആർമേച്ചറിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യാം, ലോഡ് കണക്ട് ചെയ്ത് ഇതിലൂടെ പോകുന്ന കറണ്ടാണ് ഐ. അപ്പൊ ഇതാണ് ബേസിക് ഫീച്ചർ. ഇനി നമുക്ക് ഈക്വലന്റ് സർക്യൂട്ടിലേക്ക് പോവാം. ഈക്വലന്റ് സർക്യൂട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന് നമുക്ക് ഇ എന്ന് പറയാം. അതായത് ഫ്ലക്സിനെ ആർമേച്ചർ കണ്ടക്ടർ കട്ട് ചെയ്യുമ്പോൾ അതിൽ ജനറേറ്ററിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് ഇ. അപ്പൊ നോക്കിയേ, ജനറേറ്ററിന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഇ എ. അപ്പൊ ഇ എ എന്ന് പറയുന്ന വോൾട്ടേജ് എന്ത് ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യും.
ഇനി ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം വോൾട്ടേജ് നമുക്ക് പുറത്തേക്ക് കിട്ടില്ല, അവിടെ എന്തുണ്ടാവും, ഡ്രോപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം. അപ്പം എ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നേരെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ സം ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ ഒന്നാമത് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഇപ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു ദി ആർമേച്ചർ റിയാക്ഷൻ. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കാരണം നമുക്കൊരു ഡ്രോപ്പ് ഉണ്ടാവും. അതിന് നമുക്ക് എന്ത് എഴുതുന്നത്, എക്സ് എ ആർ, അതായത് ആർമേച്ചർ റിയാക്റ്റൻസ് ആണ് ഇവിടെ എന്തുണ്ടായി, ഒരു ഡ്രോപ്പ് ഉണ്ടായി. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവിടെ ലീക്കേജ് റിയാക്റ്റൻസ്, അതായത് എക്സ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം എക്സ് എ കാരണം അടുത്ത ഡ്രോപ്പ് ഉണ്ടാവും, അതാണ് ലീക്കേജ് റിയാക്റ്റൻസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, വൈൻഡിങ്സ് ആണ്. വൈൻഡിങ്ങിൽ എന്തുണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കാരണം ഇവിടെ എന്തുണ്ടാവും, ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അതിന് നമുക്ക് എന്ത് കൊടുക്കാം, ആർ ഐ എന്ന് പറയും. എന്നിട്ടാണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്, ലോഡിലേക്ക്. അപ്പോൾ നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, ലോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ. ഇനി ലോഡിന് അക്രോസ് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് ക്ലിയർ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ജനറേഷൻ ചെയ്യുന്നതാണ് എ എന്ന് പറയുന്ന വോൾട്ടേജ് ആർമേച്ചർ റിയാക്ഷൻ കാരണം ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. അതിനുശേഷം ലീക്കേജ് റിയാക്റ്റൻസ് കാരണം ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടായി. അതിനുശേഷം ഒരു റെസിസ്റ്റൻസ് കാരണം ഒരു ഡ്രോപ്പ് ഉണ്ടായി. അതിനുശേഷം ബാക്കിയുള്ള വോൾട്ടേജ് ആണ്, ബാക്കി ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് ആണ് ലോഡിലേക്ക് എന്ത് ചെയ്യാൻ കിട്ടുക. ഇനി ശ്രദ്ധിക്കുക, അതായത് എക്സ് എ ആറും എക്സ് എ, അതായത് ആർമേച്ചർ റിയാക്ഷനും ലീക്കേജ് റിയാക്റ്റൻസിനും കൂടിയിട്ട് നമുക്ക് ഇതിനെ രണ്ടിനും കൂടിയിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ് എസ് എന്നതാണ്. എക്സ് എസ് എന്ന് പറഞ്ഞാൽ എന്താ, സിൻക്രണസ് റിയാക്റ്റൻസ്. അത് ഓർത്ത് വയ്ക്കുക. എക്സ് എ ആറിനെയും എക്സ് എയും കൂടി നമ്മൾ പറയുന്ന പേരാണ് എക്സ് എസ്. എക്സ് എസ് എന്ന് പറഞ്ഞാൽ സിൻക്രണസ് റിയാക്റ്റൻസ്. ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. ഇതേ ഡയഗ്രാമാണ്. അപ്പോൾ എക്സ് എസിൽ എടുത്തിട്ട് ഇത് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതേ ഡയഗ്രാം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ് എ ആറിന് എക്സ് എയും ചേർന്ന് ലീക്കേജ് റിയാക്റ്റൻസിന് അതുപോലെ ആർമേച്ചർ റിയാക്ഷൻ തമ്മിലുള്ള രണ്ട് റിയാക്റ്റൻസിനും കൂടിയിട്ട് എന്താ എഴുതിയിരിക്കും, എക്സ് എസ് എന്ന് എഴുതി. ഇത് അടുത്ത ഡയഗ്രാം. ഇനി ശ്രദ്ധിക്കുക, എക്സ് എസിനെയും ആർ ഐയും കൂടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് എസ് അല്ലേ, സിൻക്രണസ് ഇംപിഡൻസിന് എഴുതാം. അപ്പോൾ ശരി, നമുക്കറിയാലോ റിയാക്റ്റൻസിനും അതുപോലെ റെസിസ്റ്റൻസും ചേർന്നാണ് ഇംപിഡൻസ്. അപ്പോൾ നമുക്ക് ഇത് എക്സ് എസിനെ ആർ ഐയും കൂടിയിട്ട് എങ്ങനെ എഴുതാം, സെഡ് എസ് കൂടി എന്ത് ചെയ്യാം, എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ എ ആണ്. അപ്പോൾ ഇ എ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് ഇ എ ഈക്വൽ ടു അപ്പോൾ ഇ എ കണ്ടുപിടിക്കേണ്ട എങ്ങനെ കണ്ടുപിടിക്കാം, ഫസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് വി. അപ്പോൾ വി പ്ലസ് ടോട്ടൽ ഡ്രോപ്പ്
ഈ വീടൊപ്പം ഇവിടെയുള്ള ടോട്ടൽ ഡ്രോപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഈ കിട്ടി. അപ്പോൾ 1, 2, 3 ഈ 3 ഡ്രോപ്പ് കൂടി ആഡ് ചെയ്യുക. 1, 2, 3. അപ്പോൾ വി പ്ലസ് 3 ഡ്രോപ്പും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ വി പ്ലസ് എഴുതി, ആദ്യത്തെ ഡ്രോപ്പ് എഴുതാം. ആദ്യത്തെ എന്താണ്? IA ഇൻറ്റു ആർ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ IA ഇൻറ്റു ആർ എഴുതാം. പ്ലസ് ഇത് എഴുതാം IA ഇൻറ്റു XA. അപ്പോൾ XA എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നതൊക്കെ ഇതിൽ കൊടുക്കുന്ന ലീക്കേജ് റിയാക്റ്റൻസ് എല്ലാം ഇമേജിനറി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നറിയാം? ഇമേജിനറി ആയതുകൊണ്ട് ജെ എന്ത് ചെയ്യാം? എക്സിന് മുമ്പ് ജെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ IA ഇൻറ്റു ജെ ഇൻറ്റു XA പ്ലസ് അടുത്തത് ഇവിടെ IA ഇൻറ്റു ജെ ഇൻറ്റു XA ആർ. അപ്പോൾ നോക്കിയാൽ എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി പ്ലസ് IA ഇൻറ്റു ആർ എ പ്ലസ് IA ഇൻറ്റു ജെ XA പ്ലസ് IA ഇൻറ്റു ജെ XA ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ IA ഈക്വൽ ടു വി പ്ലസ് IA ഇൻറ്റു ആർ എ പ്ലസ്. ഇനി ശ്രദ്ധിക്കുക, അതായത് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് ഇതിൽ നിന്ന് നമുക്ക് IA കോമൺ എടുക്കാം അല്ലേ? അപ്പോൾ IA കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെ XA പ്ലസ് ജെ XA ആർ എടുക്കാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? IA എന്ത് ചെയ്തു? കോമൺ ആയിട്ട് എടുത്തു. കോമൺ ആയിട്ട് എടുത്തപ്പോൾ എന്ത് ചെയ്തു? ജെ XA പ്ലസ് ജെ XA ആർ. നമ്മൾ നേരത്തെ പഠിച്ചു, ഇതിന് രണ്ടിനും കൂടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? XS ഇടാം അല്ലേ? സിൻക്രണസ് റിയാക്റ്റൻസ് ഇടാം. അപ്പോൾ XAക്കും XARനും കൂടിയിട്ട് എന്തിടാം? XS ഇടാം. അപ്പോൾ നോക്കിയേ, അപ്പോൾ IA ഈക്വൽ ടു വി പ്ലസ് IAR പ്ലസ് IA ഇൻറ്റു ജെ ഇൻറ്റു XS. ഇങ്ങനെ ഇട്ടൂടെ? ഇത് രണ്ടും കൂടിയിട്ട് ചേർത്തിട്ട് നമ്മൾ എങ്ങനെ ഇടാം? ഇതിന് രണ്ടും കൂടിയിട്ട് XS ഇടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? IA ഇൻറ്റു ജെ XS നമുക്ക് എന്ത് കിട്ടി? ഒരു ഫോർമുല കിട്ടും. ഇനി വീണ്ടും നമുക്ക് നോക്കാം. IA ഈക്വൽ ടു വി പ്ലസ് IA കോമൺ എടുക്കാം അല്ലേ? അപ്പോൾ IA കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ എ പ്ലസ് ജെ XS IA കോമൺ ആയിട്ട് എടുക്കും. ഇനി നോക്കുക, ആർ എയും XSഉം അതായത് റിയാക്റ്റൻസും റെസിസ്റ്റൻസും കൂടിയാൽ നമ്മൾ എന്ത് പറയും? ഇമ്പിഡൻസ് എന്ന് പറയും. അപ്പോൾ വീണ്ടും നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ IA ഈക്വൽ ടു വി പ്ലസ് IA ഇൻറ്റു ZS. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. അപ്പോൾ IA ഈക്വൽ ടു വി പ്ലസ് IA ഇൻറ്റു ZS. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫോർമുലാസൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഫോർമുലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രാം ഇനി വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫേസർ ഡയഗ്രാം 3 ടൈപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ലാഗിങ്, യൂണിറ്റി, ലീഡിങ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാഗിങ്ങിലേക്ക് പോകും. ഒരു ലാഗിങ് പവർ ഫാക്ടറുള്ള ഒരു ലോഡ് കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഫേസർ ഡയഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചു കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാഗിങ് ആണ് അല്ലേ? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറൻസ് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വി എന്ന് റഫറൻസ് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ലാഗിങ് പവർ ഫാക്ടർ ആണ്. ലാഗിങ് പവർ ഫാക്ടർ ആകുമ്പോൾ എന്താ സംഭവിക്കുക? വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. അപ്പോൾ വോൾട്ടേജിനെ കറണ്ട് 5 ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലാഗ് ചെയ്യുന്നുണ്ട്. നോക്കുക,
ഇത് വോൾട്ടേജിന് കറണ്ട് ഫൈ ആംഗിളിൽ ലാഗിങ് ചെയ്തു അല്ലേ. ഇതെന്ത് കറണ്ടാ? ഐ എ. അപ്പോൾ ഐ എ എന്ന് പറയുന്ന കറണ്ട് വോൾട്ടേജിന് ഫൈ ആംഗിളിൽ എന്ത് ചെയ്തു? ലാഗിങ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചു വയ്ക്കാം. അത് നിങ്ങൾക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇത് എക്സ് എ ആണ്, ഇത് എക്സ് എ, ഇത് ആർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു കറണ്ട് ഐ എ എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്തു? ഫ്ലോ ചെയ്തു. അപ്പോൾ അതിൽ ആദ്യം ഉണ്ടാകുന്ന ഡ്രോപ്പ് നമുക്ക് നോക്കാം. ഐ ആർ ഡ്രോപ്പ് എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ഉണ്ടാകുന്നത് അവിടുത്തെ റെസിസ്റ്റൻസ് കാരണം എന്തുണ്ടായി? ഒരു ഡ്രോപ്പ് ഉണ്ടായി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസിനാൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കറണ്ടിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും, അതായത് ഇൻഫേസ് ആയിരിക്കും അല്ലേ. അപ്പോൾ കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് ഡ്രോപ്പ്. ശ്രദ്ധിക്കുക, പക്ഷെ ഡ്രോപ്പ് ചെയ്താൽ ഐ എ ഇൻറ്റു ആർ എ. ഇതൊരു വോൾട്ടേജ് ആണ് അല്ലേ. ഐ എ ഇൻറ്റു ആർ എ എന്ന് പറഞ്ഞാൽ എന്താ? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പാണ് ഉണ്ടാകുന്നത്. ആ ഡ്രോപ്പ് എന്നത് ഐ എ ഇൻറ്റു ആർ എ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, കറണ്ടിന്റെ അതേ ഡയറക്ഷൻ, അതായത് ഇൻഫേസ് ആണ്, റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് ഇൻഫേസ് ആണ്. അപ്പോൾ കറണ്ടിന്റെ അതേ ഡയറക്ഷൻ, അപ്പോൾ ഇതേ ഡയറക്ഷൻ ആവണം. അതൊരു വോൾട്ടേജും ആണ്, വോൾട്ടേജ് ഡ്രോപ്പാണ്. അപ്പോൾ വോൾട്ടേജിൽ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജിൽ നിന്ന് വരയ്ക്കുക കറണ്ടിന്റെ അതേ ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതേ കറണ്ടിന്റെ അതേ ഡയറക്ഷനിലേക്ക് വരയ്ക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ ഐ എ ഇൻറ്റു ആർ എ എന്ന് പറയുന്ന ഡ്രോപ്പ് എന്ത് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ ഐ എ ഇൻറ്റു ആർ എ എന്ന് പറയുന്ന ഡ്രോപ്പ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇനി അടുത്ത ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താ? ഐ എ ഇൻറ്റു എക്സ് എസ് ആണ്. അതായത് അവിടെ ഉണ്ടാകുന്ന സിൻക്രണസ് റിയാക്റ്റൻസ് മൂലമാണ് എന്തുണ്ടാവുക? ഡ്രോപ്പ് ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് കറണ്ട് ലാഗിങ് ആണ് അല്ലേ. റിയാക്റ്റൻസ് ആയതുകൊണ്ട് കറണ്ട് ലാഗിങ് ആണ്. കറണ്ട് ലാഗിങ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ലീഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് ലീഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുക? ടോപ്പിലേക്ക് വരും. ഇതാണ് ഐ എ ഇൻറ്റു എക്സ് എസ്. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത ഡ്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഐ എ ഇൻറ്റു എക്സ് എസ് എന്ന് പറയുന്ന ഡ്രോപ്പ്. ഇത് രണ്ടും കൂടി റിയാക്റ്റൻസും അതുപോലെ ആർമേച്ചർ ലീക്കേജ് റിയാക്റ്റൻസും ആർമേച്ചർ റിയാക്ഷൻ കൂടി ഉണ്ടാകുന്നതാണ് ഐ എ ഇൻറ്റു എക്സ് എസ്. അപ്പോൾ ഈ ഐ എ ഇൻറ്റു എക്സ് എസ് എന്ത് ചെയ്യും? 90 ഡിഗ്രി എന്ത് ചെയ്യും? ലീഡിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ വോൾട്ടേജ് ലീഡിങ് ആണ്. അപ്പോൾ ഐ എ ഇൻറ്റു എക്സ് എസ് എന്ന്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കുക, അതായത് ഐ എ ഇൻറ്റു ആർ എയുടെയും ഐ എ ഇൻറ്റു എക്സ് എസിൻ്റെയും സം, അതായത് റിയാക്റ്റൻസും റെസിസ്റ്റൻസും കൂടിയ വെക്റ്റർ സം ആയിരിക്കും എന്ത്? സെഡ് എസ്. അത് നമ്മൾ നേരത്തെ വരച്ചാണ്. അതായത് ഇതിന് രണ്ടിനും കൂടി പറയുന്ന പേര് സെഡ് എസ്, ഐ എ ഇൻറ്റു സെഡ് എസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും വെക്റ്റർ സം എന്ന് പറയുന്നത് ഐ എ ഇൻറ്റു സെഡ് എസ്. ഇതില്ലേ? അപ്പോൾ ഐ എ ഇൻറ്റു സെഡ് എസ്. ക്ലിയർ ആയി? നമുക്ക് ഇതിനെ താഴത്തേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് എന്ത് ചെയ്യാം? താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ ഫോർമുല, ഫൈനൽ ഫോർമുല നോക്കുക. സി, അതായത് ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഫൈനൽ ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കാം, അതായത് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ഐ എ ഇൻറ്റു എക്സ് എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇ എ അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫോർമുലയിൽ കണ്ട അതേപോലെ ആയിരിക്കും. അതായത് ഇതിൻ്റെയും സമ്മാണ് വി പ്ലസ് വി, ഇതാണ് വി അല്ലേ. അപ്പോൾ വി പ്ലസ് ടോട്ടൽ ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ജനറേറ്റ് ചെയ്ത വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് ഇ എ. അപ്പോൾ ഇ എ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തില്ലേ? ഇ എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. വി പ്ലസ് ഈ ഡ്രോപ്പ് വി പ്ലസ് ഐ ആർ എ ഡ്രോപ്പ് പ്ലസ് ഐ എൻ്റെ എക്സസ് ചെയ്ത ഇ എ ടി. ക്ലിയർ ആണ്? അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ഒരു നെയിം കൊടുക്കാം. ജസ്റ്റ് അത് നിങ്ങളുടേതായ നെയിം കൊടുത്താൽ മതി, എന്തായാലും കുഴപ്പമില്ല. എ ബി സി ഡി ഇ എഫ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതിന് നമുക്ക് വാല്യൂസ് ഒക്കെ എടുത്തു കൊടുക്കാം. ഐ എ ഇൻറ്റു ആർ എ, ഇത് ഐ എ ഇൻറ്റു ആർ എ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഐ എ ഇൻറ്റു ആർ എ തന്നെയാണ് അല്ലേ.
ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അതായത് വോൾട്ടേജിനെ കറണ്ട് ഫൈ ആംഗിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലാഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വി കോസ് ഫൈ എന്നിടാം. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളതിന് നമുക്ക് വി കോസ് ഫൈ എന്നിടാം. ഇത് വി കോസ് ഫൈ ആണെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം, വി സൈൻ ഫൈ എന്നിടാം. ഇത് വി സൈൻ ഫൈ ആണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, വി സൈൻ ഫൈ എന്ന് ഇടാം. ക്ലിയർ ആകാം. അപ്പോൾ ഇത് എ ഇ എന്ന് പറയുന്നത് വി കോസ് ഫൈ ആണ്, ഇ ഡി എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആണ്, ഡി സി എന്ന് പറയുന്നത് വി സൈൻ ഫൈ ആണ്, സി ബി എന്ന് പറയുന്നത് ഐ എ ഇൻറ്റു എക്സ് എസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പൈതഗോറസ് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇ എ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ, ഇ എ കണ്ടുപിടിക്കുന്നത് എ ബി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ ബി സ്ക്വയർ ഈക്വൽ ടു ഡി ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ അല്ലേ. അതായത് എ ബി കണ്ടുപിടിക്കാൻ എ ബി സ്ക്വയർ ഈക്വൽ ടു ഡി ബി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടി, നമുക്ക് ഇ എ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടി എഴുതാം. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എ സ്ക്വയർ, അടുത്തത് ഡി ബി, ഡി ബി എന്ന് പറഞ്ഞാൽ ഡി ബി. അപ്പോൾ ഈ ഡി ബിന് നമുക്ക് ഡി സി പ്ലസ് സി ബി സ്ക്വയറിന് എഴുതി കൂടെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡി സി പ്ലസ് സി ബി ഡി ഹോൾ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ അല്ലേ. എ ഡിക്ക് നമുക്ക് എങ്ങനെ എഴുതാം, എ ഇ പ്ലസ് ഇ ഡി എന്ന് എഴുതാം. അപ്പോൾ എ ഇ പ്ലസ് ഇ ഡി, ഇ ഡി ഡി ഹോൾ സ്ക്വയർ. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയില്ലേ. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇ എ സ്ക്വയർ ഈക്വൽ ടു ഡി സി എന്ന് പറഞ്ഞാൽ എന്താ, ഡി സി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, വി സൈൻ ഫൈ. അപ്പോൾ ഇവിടെ എന്താ, വി സൈൻ ഫൈ പ്ലസ് സി ബി, സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ ഇൻറ്റു എക്സ് എസ്, ഐ എ ഇൻറ്റു എക്സ് എസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ ഇ ബി കോസ് ഫൈ പ്ലസ് ഇ ഡി എന്ന് പറഞ്ഞാൽ ഐ എ ഇൻറ്റു ആർ ബി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫോർമുല, ഫൈനൽ ഫോർമുല കിട്ടി. അപ്പോൾ ഇ എ സ്ക്വയർ ഇക്വൽ ടു വി സൈൻ ഫൈ പ്ലസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ പ്ലസ് വി കോസ് ഫൈ പ്ലസ് ഐ ആർ എ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ സ്ക്വയറിനെ ഒന്ന് കളയാം അല്ലേ. ഈ സ്ക്വയറിന് കളയാൻ എന്ത് ചെയ്യാം, ഇ എ ഇക്വൽ ടു ഓൾ റൂട്ടിൽ ഇങ്ങനെ നമ്മൾ എഴുതാം. വി സൈൻ ഫൈ പ്ലസ് ഐ എ എക്സ് എസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് വി കോസ് ഫൈ പ്ലസ് ഐ എ ഇൻറ്റു ആർ എ ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഫോർമുല. അപ്പോൾ ഫേസർ ഡയഗ്രാമിൻ്റെ ലാഗിങ് ആണ് നമ്മൾ കണ്ടുപിടിച്ച്. അപ്പോൾ ഫേസർ ഡയഗ്രാമിൽ ലാഗിങ്ങിൽ നമ്മൾ ഇ എ ജനറേഷൻ ചെയ്യുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓൾ റൂട്ട് ഓഫ് വി സൈൻ ഫൈ പ്ലസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ പ്ലസ് വി കോസ് ഫൈ പ്ലസ് ഐ എ ഇൻറ്റു ആർ എ ബി ഹോൾ സ്ക്വയർ. ഈ ഫോർമുല ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ലാഗിങ്ങിൽ ഇ എ കണ്ടുപിടിക്കാം. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റിയാണ്. ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ ലാഗിങ്ങിൽ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി യൂണിറ്റി പവർ ഫാക്ടറിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടറിൻ്റെ ഫസ്റ്റ് റെഫറൻസ് ആയിട്ട് വി. അപ്പോൾ വി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, റെഫറൻസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് എന്നത് എന്താണ്, റെസിസ്റ്റീവ് ലോഡാണ്. ആ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് ആയതുകൊണ്ട് വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും, ഇൻഫേസ് ആയിരിക്കും അല്ലേ. അത് നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഇതിൻ്റെ അതേ ആംഗിളിലായിരിക്കും നമുക്ക് എന്ത് ഫ്ലോ ചെയ്യാം, ഐ എ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുക. രണ്ട് സെയിം ആംഗിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഡ്രോപ്പുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡ്രോപ്പ് നമുക്കറിയാം റെസിസ്റ്റീവ്. ആദ്യത്തെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് ഡ്രോപ്പാണ്. അപ്പോൾ റെസിസ്റ്റീവ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, റെസിസ്റ്റീവ് ഡ്രോപ്പ് ഐ എ ഇൻറ്റു ആർ എ. അപ്പോൾ റെസിസ്റ്റൻസ് കറണ്ടിൻ്റെ അതേ ആംഗിളിലാണ് അല്ലേ. കറണ്ടിൻ്റെ അതേ ദിശയിൽ തന്നെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, റെസിസ്റ്റീവ് ഡ്രോപ്പ് ഉണ്ടാവുക. അപ്പോൾ കറണ്ടിൻ്റെ അതേ ദിശ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈനാണ്.
അപ്പോൾ ഉണ്ടാകുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് ആയതുകൊണ്ട് ഈ ഒരു ആംഗിളിൽ എന്ത് ചെയ്യാൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് IA ഇൻറ്റു RA. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് റെസിസ്റ്റീവ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫേസ് ആയിരിക്കണം, കറണ്ടിന്റെ അതേ ദിശയിലായിരിക്കണം, വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും, സ്ട്രൈറ്റ് ലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡ്രോ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഡ്രോപ്പ് ഏതാ, എക്സസ് ആണ്. എക്സസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിന് ലീഡ് ചെയ്യണം അല്ലേ, വോൾട്ടേജിന് 90 ഡിഗ്രി ലീഡ് ചെയ്യണം, അതാണ് എക്സസ്. അപ്പോൾ അടുത്ത ഡ്രോപ്പ് IA ഇൻറ്റു എക്സസ്. ഇനി ശ്രദ്ധിക്കുക, IA ഇൻറ്റു എക്സസും IA ഇൻറ്റു RAയും കൂടി ചേർന്നാണ് എന്ത്, IA ഇൻറ്റു ZS. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, IA ഇൻറ്റു ZS അല്ലേ. അപ്പോൾ ഇത് V പ്ലസ് IA ഇൻറ്റു RA പ്ലസ് IA ഇൻറ്റു എക്സസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, EA കിട്ടും. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച ഫോർമുലയാണ് EA അല്ലേ. നമ്മൾ നേരത്തെ ഒരു ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, EA ഈക്വൽ ടു എങ്ങനെ എഴുതാം, IA ഇൻറ്റു RA പ്ലസ് IA ഇൻറ്റു എക്സസ് പ്ലസ് V ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EA കിട്ടുന്നത് നമ്മൾ നേരത്തെ ഈക്വലന്റ് സർക്കിൾ ഫോർമുല കണ്ടുപിടിച്ചത്. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, EA കണ്ടുപിടിച്ചു അല്ലേ. ഓക്കെ, നമുക്കിനി അത് ഒരു ട്രയാങ്കിൾ ആയിട്ട് എഴുതാം. A, B, C, D കൂടി അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ EA ആണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഏത് കൊടുക്കാം, ABC, ട്രയാങ്കിൾ ABC എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AC. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് CD സ്ക്വയർ. അതായത് ഇത് പോയിന്റ് A ആണെങ്കിൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. BCD അല്ല, BC. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, AC സ്ക്വയർ കിട്ടി. അപ്പോൾ ഇതിനെ ഒന്നുകൂടി നമുക്ക് എഴുതാം, AC സ്ക്വയർ ഈക്വൽ ടു ABനെ നമുക്ക് എങ്ങനെ എഴുതാം, AD പ്ലസ് DB എന്ന് എഴുതുക. അപ്പോൾ AD പ്ലസ് DB ദി ഹോൾ സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EA. അപ്പോൾ EA സ്ക്വയർ ഈക്വൽ ടു AD എന്ന് പറയുന്ന വാല്യൂ ഏതാ, V അല്ലേ. അപ്പോൾ V പ്ലസ് IA ഇൻറ്റു RA, IA ഇൻറ്റു RA ദി ഹോൾ സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IA ഇൻറ്റു എക്സസ് സ്ക്വയർ, IA ഇൻറ്റു എക്സസ് സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓൾ റൂട്ട് ഇട്ട് കൊടുക്കാം. EA ഈക്വൽ ടു ഓൾ റൂട്ട് ഓഫ് V പ്ലസ് IA RA ദി ഹോൾ സ്ക്വയർ പ്ലസ് IA എക്സസ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മളുടെ യൂണിറ്റി പവർ ഫാക്ടറിന്റെ വെക്റ്റർ ഡയഗ്രം ആൻഡ് ഫൈനൽ ഫോർമുല. ഓക്കെ, ലീഡിംഗ് പവർ ഫാക്ടറിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, റെഫറൻസ് ആയിട്ട് V വരയ്ക്കാം. നമ്മൾ വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് വരച്ചു. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ലോഡ് ലീഡിംഗ് ആണ്. അപ്പോൾ വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്യും, ലീഡിങ് എത്ര, 90 ഡിഗ്രി. പക്ഷേ ഡ്യൂ ടു സം റിയാക്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ആയിട്ട് 90 വരില്ല, അതിനേക്കാളും കുറച്ച് ലാഗ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ലീഡിങ് ആവും, പക്ഷെ ഈ ഒരു ആംഗിളിൽ എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. ഇതാണ് നമ്മുടെ IA. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക, വോൾട്ടേജിനെ കറണ്ട് എന്ത് ചെയ്തു, ലീഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. അടുത്ത ഡ്രോപ്പ് ഏതാ, IA ഇൻറ്റു RA. നമുക്ക് ഡ്രോപ്പുകൾ IA ഇൻറ്റു RA ഉണ്ട്, അതുപോലെ IA ഇൻറ്റു എക്സസ്, IA ഇൻറ്റു ZS. ഈ ഡ്രോപ്പുകളൊക്കെ നമുക്ക് വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ IA ഇൻറ്റു RA. IA ഇൻറ്റു RA എന്ന് പറയുന്നത് നമുക്കറിയാം റെസിസ്റ്റൻസിനാൽ ഉണ്ടാകുന്ന ഡ്രോപ്പാണ്. കറണ്ടിന്റെ അതേ ദിശയിൽ വരയ്ക്കണം. വോൾട്ടേജ് ആണ് ഡ്രോപ്പ് എന്ന് പറയാം വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജിൽ നിന്ന് കറണ്ടിന്റെ അതേ ദിശയിൽ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. അപ്പോൾ ഇതാണ് IA ഇൻറ്റു RA.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രോപ്പ് കിട്ടി. അടുത്ത ഡ്രോപ്പ് IA ഇൻറ്റു XS, അത് നമുക്കറിയാം വോൾട്ടേജ് 90 ഡിഗ്രി എന്ത് ചെയ്യുക, ലീഡ് ചെയ്യണം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി IA ഇൻറ്റു XS, അപ്പോൾ 90 ഡിഗ്രി എന്ത് ചെയ്തു, ലീഡ് ചെയ്തു വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്ക് IA ഇൻറ്റു RAയുടെയും IA ഇൻറ്റു XSൻ്റെയും സം ആയിരിക്കും IA ഇൻറ്റു ZS. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IA ഇൻറ്റു ZS അല്ലേ. ഓക്കെ, ഇതിന്റെ മൂന്നിന്റെ സം ആയിരിക്കും എന്ത്, EA. അപ്പോൾ V പ്ലസ് IA RA പ്ലസ് IA XS ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് EA. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, EA കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ ഈ ഒരു പോയിന്റിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്കിനി നെയിം കൊടുക്കാം, A B C D E. ഓക്കെ, ഇനി നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A എന്ന് പറയുന്ന വാല്യൂ ആണ് അല്ലേ. ഓക്കെ, നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് IA ഇൻറ്റു RA ആണെങ്കിൽ ഇതേ വാല്യൂ ആയിരിക്കും ഇവിടെ എന്ത്, IA ഇൻറ്റു RA, ശരിയല്ലേ. ഇത് ഈ വാല്യൂ IA ഇൻറ്റു RA ആണെങ്കിൽ അതേ വാല്യൂ ആയിരിക്കും എന്ത്, IA ഇൻറ്റു RA. ഇനി ഈ ഒരു ആംഗിളിൽ നമുക്ക് വോൾട്ടേജ് കോസ് ഫൈ ആംഗിളിൽ എന്ത് ചെയ്യും, ഈ ഒരു ആംഗിളിൽ നമുക്ക് V കോസ് ഫൈ എന്ന് കൊടുക്കാം. ഈ ഒരു ആംഗിളിന് V കോസ് ഫൈ എന്ന് കൊടുക്കാം. അതുപോലെ ഇത് V കോസ് ഫൈ ആണെങ്കിൽ ഇത് എന്തായിരിക്കും, V സൈൻ ഫൈ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് V കോസ് ഫൈ ആവും, ഇത് എന്താവും, V സൈൻ ഫൈ ആവും. ഇത് V സൈൻ ഫൈ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ടോട്ടൽ ആണ് കേട്ടോ. ഇത് മുഴുവൻ നമുക്ക് എങ്ങനെ എഴുതാം, V സൈൻ ഫൈ എഴുതാം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം V സൈൻ ഫൈ ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം IA ഇൻറ്റു XS ആണ്. അത് ഒന്ന് അറിഞ്ഞിരിക്കണം, കാരണം അത് അറിഞ്ഞാലേ നമുക്ക് ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിൾ ABC ആണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ AC സ്ക്വയർ ആണ്. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അങ്ങനെ എഴുതാലോ. അപ്പോൾ AC കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ചെയ്യാം. ഓക്കെ, ഇനി നോക്കുക, ABക്ക് നമുക്ക് എങ്ങനെ എഴുതാം, ഈ പോയിന്റ് F എന്ന് കൊടുക്കാം. ABക്ക് നമുക്ക് AF പ്ലസ് FB എന്ന് എഴുതാൻ കൂടെ, AF പ്ലസ് FB ഹോൾ സ്ക്വയർ പ്ലസ്. ഇനി ശ്രദ്ധിക്കുക, BC സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല, പക്ഷെ ഇതിന്റെ ഫുൾ ഡിസ്റ്റൻസ് നമുക്ക് BD അറിയാം, DC അറിയാം. അപ്പോൾ BD ന്ന് ഈ CD കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരളവ് കിട്ടും അല്ലേ. അപ്പോൾ ജസ്റ്റ് നോക്കുക, BD ഇങ്ങനെ എഴുതാം. BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V സൈൻ ഫൈ മൈനസ് CD ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ അളവ് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. ശരി, ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EA സ്ക്വയർ ഈക്വൽ ടു, ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. AF എന്ന് പറഞ്ഞാൽ എന്താ, V കോസ് ഫൈ പ്ലസ് FB എന്ന് പറഞ്ഞാൽ IA ഇൻറ്റു RA ഹോൾ സ്ക്വയർ അല്ലേ പ്ലസ് BD എന്ന് പറഞ്ഞാൽ V സൈൻ ഫൈ മൈനസ് ഈ ഒരളവ് കൊടുക്കുക. അപ്പോൾ CD എന്ന് പറഞ്ഞാൽ IA ഇൻറ്റു XS ഹോൾ സ്ക്വയർ
അപ്പോൾ നമുക്ക് ഫൈനൽ ഫോമിലല്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇ എ കണ്ടുപിടിക്കാം, ഓൾ റൂട്ട് ഇട്ട് കൊടുക്കാം. ഇ എ ഈക്വൽ ടു ഓൾ റൂട്ട് ഓഫ് വി കോസ് വൈ പ്ലസ് ഐ എ ആർ എ ഹോൾ സ്ക്വയർ പ്ലസ് വി സൈൻ ഫൈ മൈനസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ലീഡിങ് പവർ ഫാക്ടറിൻ്റെ ഫേസർ ഡയഗ്രാം അതുപോലെ ഫോമുല എന്ത് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതൊന്ന് മനസ്സിലാക്കി ചെയ്താൽ വളരെ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എഴുതി പഠിക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ഫോമുല ഒന്നുകൂടി ഇ എ ഈക്വൽ ടു വി കോസ് ഫൈ പ്ലസ് ഐ ഇൻറ്റു ആർ എ ഹോൾ സ്ക്വയർ പ്ലസ് വി സൈൻ ഫൈ മൈനസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ.